മാധ്യമങ്ങളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. വിശകലന ബുദ്ധിയോടെ അല്ലെങ്കിൽ വിമർശന ബുദ്ധിയോടെ നിരീക്ഷിച്ചാൽ ഭൂരിഭാഗം മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളടക്കം ശരിതെറ്റുകളെ നിർണയിക്കുകയും ധാർമ്മികതയെ നിർവചിക്കുകയും അങ്ങനെ വസ്തുതകളുമായി അശേഷം ബന്ധമില്ലാത്ത വിധിയെഴുത്തുകൾ നടത്തുകയും ചെയ്യുന്ന കാലമാണ് ഇത്. സത്യത്തിനപ്പുറം സ്ഥാപിതമായ താൽപ്പര്യങ്ങൾ ഭരണം നടത്തുന്ന കാലം. ഭൗതികവാദവും ദൈവനിഷേധവും അവയുടെ സ്വാഭാവിക പരിണിത ഫലങ്ങളായ വെറുപ്പും വിരോധവും പകയും മൂർച്ഛിച്ചു നിൽക്കുന്ന കാലം. ധർമ്മവും ധാർമ്മികതയും മറന്ന മാധ്യമങ്ങൾ സത്യം സത്യമായി പറയുന്നില്ല എന്നത് മാത്രമല്ല, അതിനൊക്കെ അപ്പുറത്ത് സത്യത്തെ വക്രീകരിക്കുകയും വളച്ചൊടിക്കുകയും മറ്റു പലതിനോടും കൂട്ടിക്കലർത്തി സ്വന്തം താൽപ്പര്യങ്ങൾക്ക് അനുസൃതം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന കാലം. കച്ചവട സംസ്കാരത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി ധാർമ്മിക മൂല്യങ്ങളെ അവ ബലികഴിക്കുന്നു. ധാർമ്മികതയുടെ കാവലാളായ മതത്തെ, വിശ്വാസത്തെ നിരന്തരമായി ആക്രമിക്കുന്നു, നിശിതമായി വിമർശിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. മാധ്യമങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തോട് ചെയ്യുന്നതെന്ത് എന്ന് പരിശോധിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അയർക്കുന്നം പുന്നത്തറ വെള്ളാപ്പള്ളി വികാരിയുടെ മരണം ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പത്രക്കുറിപ്പ് മരണത്തിൻ്റെ പശ്ചാത്തലത്തെ ഏതാണ്ട് വിശദമാക്കുന്നതുമായിരുന്നു. എങ്കിലും പള്ളിയിൽ വരിക പോലും ചെയ്യാത്ത പലരുടെയും അഭിപ്രായങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് പ്രസ്തുത വൈദികൻ്റെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നാം കണ്ടു. മരണത്തിന് പിന്നിൽ രൂപതയുടെ സമ്മർദ്ദമാണോ എന്നുവരെ ചർച്ച ചെയ്ത ചാനലുകളുണ്ട്. പാലാ അർത്തുങ്കൽ കോളേജിൽ പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥിനിയുടെ ദൗർഭാഗ്യകരമായ മരണം, ആ മരണത്തെ കച്ചവട വാർത്തയാക്കിയതിനും കേരളം സാക്ഷ്യം വഹിച്ചു. വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയ്ക്ക് കോളേജിനെയും പ്രിൻസിപ്പലിനെയും പ്രതികളാക്കാനായിരുന്നു ചില മാധ്യമങ്ങളുടെ തിടുക്കം. തികച്ചും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച കോളേജിനെയോ പ്രിൻസിപ്പലിനെയോ പിന്തുണയ്ക്കുന്ന നടപടികൾ പല മാധ്യമങ്ങളും സ്വീകരിച്ചില്ല എന്നതാണ് സത്യം. സന്യാസ അർദ്ധിനിയായിരുന്ന ദിവ്യ പി ജോണിൻ്റെ മരണത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചകളെയും സാമൂഹ്യ മാധ്യമങ്ങളിലെ ആക്രമണങ്ങളെയും കേരളത്തിലെ സാംസ്കാരിക സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല. ചർച്ചകളെ വഴിതിരിച്ചു വിട്ട് ഒരു സമുദായത്തെ മുഴുവനായി സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താനും സവിശേഷമായി പൗരോഹിത്യ സന്യസ്ത ജീവിതശൈലിയിലുള്ളവരെ അടച്ചാക്ഷേപിക്കാനും അത്യുത്സാഹം കാണിക്കുന്ന പ്രത്യേക മാധ്യമങ്ങൾ, ഓൺലൈൻ ചാനലുകൾ, പത്രങ്ങൾ എന്നിവ തന്നെയുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയുന്നു. കാട്ടാനയുടെ ദയനീയമായ മരണത്തിൽ അനുശോചന പ്രവാഹങ്ങൾ ഉണ്ടാവുകയും അവയെ ഉയർത്തിക്കാട്ടുകയും ചെയ്ത മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ വയനാട്ടിൽ കടുവ ഭക്ഷിച്ചു തീർത്ത മനുഷ്യജീവനെപ്പറ്റി ആനുപാതികമായ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞില്ല. മനുഷ്യജീവനും അതിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി നിലപാടുകളെടുക്കുന്ന ക്രിസ്തീയ മുന്നേറ്റങ്ങളെ ഇത്തരം മാധ്യമങ്ങൾ പാടെ അവഗണിക്കുന്നതിനെക്കുറിച്ച് നാം എന്തു പറയേണ്ടു? അമേരിക്കയിലെ വംശീയ ആക്രമണങ്ങളെ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലായി അടുത്തയിടെ നൈജീരിയയിൽ നടന്ന ക്രൂരമായ കൊലപാതകങ്ങളടക്കം പല ക്രൈസ്തവ മതപീഡനങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കുന്നതിനെ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? പറഞ്ഞു തീർക്കാവുന്നതിലും ഭീകരമാണ് മാധ്യമങ്ങളുടെ പക്ഷം ചേരൽ എന്ന് പൊതുജനം തിരിച്ചറിയേണ്ടതുണ്ട്. ക്രൈസ്തവ വിശ്വാസവും സമുദായവും നേതൃത്വവും അവഗണിക്കപ്പെടുകയോ ആസൂത്രിതമായി ആക്രമിക്കപ്പെടുകയോ മാധ്യമങ്ങളാൽ തന്നെ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു വർത്തമാനകാല സന്ദർഭത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ട കാലം. നമ്മൾ വേട്ടയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വനത്തിൽ മൃഗങ്ങൾ വിശപ്പടക്കാനായി വേട്ടയാടാനിറങ്ങും. നിയമവിരുദ്ധമാകുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരും മൃഗങ്ങളെ വേട്ടയാടാനായി കാട് കയറാറുണ്ടായിരുന്നു. വിനോദത്തിനായി വേട്ടയാടാൻ പോയിരുന്ന രാജാക്കന്മാരെക്കുറിച്ച് കഥകളിൽ വായിച്ചിട്ടുമുണ്ട്. പക്ഷേ
ഈ പറഞ്ഞ വേട്ടയാടലുകളെ എല്ലാം നിയന്ത്രിച്ചിരുന്ന ഒരു സാമാന്യ നീതി പ്രവർത്തനക്ഷമമായിരുന്നു. നീതിയുടെ ഇത്തരം സാമാന്യ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള വേട്ടയാടലുകളെയാണ് നാം കിരാതം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പ്രകൃതി വിഭവങ്ങൾക്കും മൃഗങ്ങൾക്കും മേലുള്ള അത്തരം കടന്നുകയറ്റങ്ങളെ നിയമങ്ങൾ നിയന്ത്രിച്ചെങ്കിലും നിയമത്തെ സംരക്ഷിക്കുകയും പൗരനെ പരിപാലിക്കുകയും ചെയ്യേണ്ടവർ തന്നെ വേട്ടക്കാരായി മാറിയപ്പോൾ കിരാതമായ നരവേട്ടകൾക്ക് മാനവചരിത്രം സാക്ഷ്യം വഹിച്ചു. ലെനിനും സ്റ്റാലിനും ഹിറ്റ്ലറുമെല്ലാം ക്രൂരത വിനോദമാക്കിയ വേട്ടക്കാരായിരുന്നു. വേട്ടയാടപ്പെടുന്നവരുടെ വേദനയായിരുന്നു അവരുടെ ആനന്ദം. വർത്തമാനകാല മാധ്യമങ്ങൾ വേട്ടക്കാരായി പരിണമിക്കുന്നു എന്നത് ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ വെറും തോന്നലല്ല. നിഷ്പക്ഷമായ വിശകലനം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും പല മാധ്യമങ്ങൾക്കും പിന്നിലെ മറഞ്ഞിരിക്കുന്ന കൂർത്തുമൂർത്ത ദംഷ്ട്രകളെ തിരിച്ചറിയാൻ കഴിയും. പല്ലും നഖവും ഉപയോഗിച്ചുള്ള ക്രൗര്യപ്രകടനം തിരുസഭയാകുന്ന നിഷ്കളങ്ക ഗാത്രത്തിന്മേലാണ് എന്നതും മനസ്സിലാകും. തിരുസഭ ഇരയും മാധ്യമങ്ങൾ വേട്ടക്കാരനുമാണ് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് സഭയെ വിമർശിക്കാനും വിലയിരുത്താനും അവകാശമില്ലേ എന്നും സഭയിലെ തെറ്റുകുറ്റങ്ങളും കുറവുകളും പുറത്തു കൊണ്ടുവരാൻ സ്വാതന്ത്ര്യമില്ലേ എന്നും സാമാന്യജനം ചോദിച്ചേക്കാം. അതിനുള്ള മറുപടിയാണ് മേൽപ്പറഞ്ഞ സാമാന്യ നീതിയുടെ തത്വം. പല കാരണങ്ങളാൽ, ചിലപ്പോൾ സ്വന്തം ദൗർബല്യങ്ങൾ, വീഴ്ചകൾ, ഇവയാലൊക്കെ വേട്ടയാടപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു ഇരയുടെ മുൻപിൽ വേട്ടക്കാരൻ ദാക്ഷിണ്യം കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വേട്ടയുടെ സാമാന്യ തത്വം മറന്നുകൊണ്ട് നിലയ്ക്കാത്തതും വളഞ്ഞിട്ടുള്ളതുമായ ആക്രമണങ്ങളിലേക്കും ക്രൂരമായി വേദനിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്യുന്നതിലേക്കും എത്തി നിൽക്കുമ്പോൾ ക്രൂരത വിനോദമാക്കിയ ചരിത്രത്തിലെ നരാധമന്മാരുടെ മുഖവും ഭാവവുമാണ് അത്തരം മാധ്യമങ്ങൾക്ക് കൈവന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. കത്തോലിക്കാ സഭ നേരിടുന്ന മാധ്യമവേട്ട എപ്രകാരമാണെന്നും എന്തുകൊണ്ടാണെന്നും നാം ചിന്തിക്കേണ്ടതുണ്ട്. മാധ്യമങ്ങളുടെ ദംഷ്ട്രകൾക്ക് നിരന്തരമായി ഇരയായി തീർന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭ സഹനത്തിൻ്റെ സ്ലീവാപാതയിലൂടെ ഇന്ന് കടന്നു പോവുകയാണ്. എന്തുകൊണ്ട് കത്തോലിക്കാ സഭ മാധ്യമങ്ങളാൽ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് പല വിധത്തിലുള്ള ഉത്തരങ്ങൾ ലഭ്യമാണ്. സഭയോട് പല കാരണങ്ങളാൽ അസൂയയുള്ളവരുണ്ട്. സഭയുടെ ഘടനയും സാമ്പത്തിക ഭദ്രതയും ശൈലികളുമെല്ലാം പലരെയും അസ്വസ്ഥരും ആകുലരുമാക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പലവിധ കാരണങ്ങളാൽ സഭയിൽ നിന്ന് മുറിവേറ്റവർ സഭയ്ക്കകത്തും പുറത്തുമുണ്ട്. രാഷ്ട്രീയവും സാമുദായികവുമായ കാരണങ്ങളാൽ സഭയെ ഭയപ്പെടുന്നവരും സഭയോട് അകൽച്ചയുള്ളവരുമുണ്ട്. ഇതിനൊക്കെ ഉപരിയായി മാധ്യമങ്ങളുടെ പിടിച്ചു നിൽപ്പും സാമ്പത്തിക ലാഭവും മറ്റ് പ്രേരക ശക്തികളാണ്. ചൂടൻ വാർത്തകൾ കൈപൊള്ളുന്ന ചൂടിൽ വിളമ്പിക്കൊടുക്കലാണ് റേറ്റിംഗ് ഉയർത്താനും അതുവഴി പരസ്യം പിടിച്ച് കൂടുതൽ സാമ്പത്തിക നേട്ടം കൊയ്യാനുമുള്ള ഏകമാർഗം. വാർത്തകളെ ചൂടുള്ളതാക്കാനുള്ള സകല വേഷം കെട്ടലുകളും ഇത്തരം മാധ്യമങ്ങളുടെ കശാപ്പ് ശാലകളിൽ അരങ്ങേറുന്നുണ്ട്. മനുഷ്യൻ്റെ ബലഹീനതകൾ ചൂഷണം ചെയ്തുകൊണ്ട് എരിവും പുളിയും തേച്ച് എന്തും അവനിഷ്ടമുള്ള രുചിയിലാക്കി തീർക്കാൻ കഴിയുന്ന ഏത് തരം താണ പ്രവർത്തനത്തിനും മടിയില്ലാത്തവരായി ഇന്നത്തെ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നത് കൃത്യമായ വിപണി വിശകലനവും അതിൻ്റെ ഉപഭോഗ സാധ്യതകളും പഠിച്ചതിന് ശേഷം മാത്രമാണ്. തങ്ങളുടെ ഉൽപ്പന്നം ആരെ ലക്ഷ്യം വയ്ക്കുന്നു എന്നും ആ ഉൽപ്പന്നത്തിലേക്ക് തങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഉപഭോക്താക്കളെ എങ്ങനെ ആകർഷിക്കണമെന്നും അവർക്കറിയാം. TV ചാനലുകളും തങ്ങളുടെ പ്രോഗ്രാമുകൾ പോലും ഇത്തരമൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ സ്വകാര്യത, അവരുടെ സ്വകാര്യ ജീവിതം, ബന്ധങ്ങൾ, സംഭാഷണങ്ങൾ, ലൈംഗികത എന്നിവയൊക്കെ മലയാളിയുടെ ബലഹീനതയാണ്. ഈ വിഷയങ്ങളെല്ലാം ഇവയുടെ ധാർമ്മികത ആധികാരികമായി പഠിപ്പിക്കുന്ന കത്തോലിക്കാ സഭയുടെ അകത്തളങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകളോട് ചേർത്ത് വെച്ച് അവതരിപ്പിക്കുമ്പോൾ കിട്ടുന്ന വിപണി സാധ്യത അപാരമാണ് എന്ന ബോധ്യം ഇന്നലെ കുരുത്ത മഞ്ഞപ്പത്രങ്ങൾക്ക് പോലുമുണ്ട്. പരമാവധി അത് മുതലെടുക്കപ്പെടുന്നു എന്നതാണ്
വർത്തമാനകാല സംഭവ വികാസങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. പല കേസുകളിലും പോലീസിനേക്കാളും നിയമവിദഗ്ധരെക്കാളും ചാനലുകളും പത്രങ്ങളുമാണ് അന്വേഷണം നടത്തുന്നത്. തങ്ങൾ കേൾക്കുന്നതും കാണുന്നതും കയ്യിൽ കിട്ടുന്ന അറ്റവും തുമ്പുമെല്ലാം വെച്ച് ഓരോ വൈകുന്നേരവും പുതിയ കഥകളും ആ കഥകളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളുമായി ചാനൽ ബഹളങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സ്വകാര്യതകളോടും ഇക്കിളിക്കഥകളോടും പെരുത്തിഷ്ടമുള്ള മലയാളി അതിൻ്റെ മുൻപിൽ വായും പൊളിച്ച് നോക്കിയിരിക്കുന്നു. ഇവയ്ക്കുമപ്പുറം പല അന്വേഷണങ്ങളിലും ചില ഉദ്യോഗസ്ഥർ പോലും മാധ്യമങ്ങളെ പിന്തുടരുന്ന രീതി കാണാറുണ്ട്. മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിലൂടെ അന്വേഷണം പുരോഗമിപ്പിക്കുന്നവരും കുറവല്ല. പോലീസ് എന്തന്വേഷിക്കണം, എന്ത് കണ്ടെത്തണം, എങ്ങനെ FIR എഴുതണം എന്നുപോലും മാധ്യമങ്ങൾ നിശ്ചയിക്കുന്നു എന്നത് പരിധിയില്ലാത്ത മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ്. റിപ്പോർട്ടിങ്ങിൻ്റെ പുതുമയ്ക്ക് വേണ്ടി നുണകൾ പറയുന്നതും അർദ്ധസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്നതും ഇപ്പോൾ പുതുമയല്ലാതായിരിക്കുന്നു. പോലീസ് അന്വേഷണവും കോടതി വിധികളും മാധ്യമങ്ങളാൽ ഹൈജാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലത്ത് നീതി മാധ്യമ ജഡ്ജിമാരുടെ വായ്ത്താരിയായി മാറും എന്നും നമ്മൾ ഭയപ്പെടണം. ക്വട്ടേഷൻ എടുക്കുന്നതും തങ്ങൾക്ക് എതിർപ്പുള്ളവരെ ഇല്ലാതാക്കുന്നതിനും പഴയ കാലത്തെന്നതുപോലെ വാടക ഗുണ്ടകളെ ഇറക്കേണ്ട കാര്യം ഇല്ലാതായിരിക്കുന്നു. തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് ഉറപ്പുള്ളവരെ ഇല്ലാതാക്കുന്നതിന് ഇന്ന് ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മഞ്ഞപത്രങ്ങളെ സമീപിച്ചാൽ മതി. അവർ അവിടെ ഇരുന്ന് എഴുതി നമ്മൾ ആവശ്യപ്പെടുന്നവരെ ഇല്ലാതാക്കി തരും എന്നത് നിശ്ചയം. മുഖ്യധാരാ മാധ്യമങ്ങൾ പലതിലും വാർത്തയുടെ സത്യത്തോട് പുലർത്തിയിരുന്ന ആദരവ് നഷ്ടപ്പെട്ടിരിക്കുന്നതിനാലും മഞ്ഞപത്രങ്ങളുടെ വാർത്തകൾ കടമെടുക്കുന്നതിനാലും അവരുടെ വഴിയെ സഞ്ചരിക്കുന്നതിനാലും ഇന്ന് ഇവയൊന്നും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഇല്ലാതെയായി തീർന്നിരിക്കുന്നു. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഇല്ലാതാക്കാൻ കൊട്ടേഷൻ എടുത്ത് എഴുതി തുടങ്ങുന്ന മേൽപ്പറഞ്ഞ തരം പ്രസ്ഥാനങ്ങൾ സാവധാനം അവരുടെ ഇരകളെ സമീപിച്ച് വലിയ തുകകൾ ആവശ്യപ്പെടുന്നത് പതിവാണ്. പലരും ഇപ്രകാരം വലിയ തുകകൾ നൽകി മാനം രക്ഷിക്കുകയാണ് പതിവ്. മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ണോടിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കുകയോ വിമർശിക്കുകയോ അതിൻ്റെ സൗന്ദര്യത്തെയും യുക്തിഭദ്രതയെയും കടന്നാക്രമിക്കുകയോ ചെയ്യുന്ന നിരവധി ശ്രമങ്ങൾ നമ്മൾ തിരിച്ചറിയും. നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, സഭാവിമർശകർ, അബദ്ധ പ്രബോധകർ, വർഗീയവും രാഷ്ട്രീയവും മതത്തിൽ കലർത്തി ചിന്തിക്കുന്നവർ, അത് പ്രചരിപ്പിക്കുന്നവർ, പാരമ്പര്യപ്രേമികൾ, ഓൺലൈൻ മഞ്ഞപത്രങ്ങൾ, ട്രോളുകൾ, ഇങ്ങനെ നിരവധി പ്രസ്ഥാനങ്ങളെ നമ്മൾ കണ്ടെത്തും. ഇവയുടെയൊക്കെ അംഗബലവും ആക്രമണ രീതികളും എല്ലാവരെയും അത്ഭുതപ്പെടുത്തും. വെറുപ്പും വിദ്വേഷവും പരത്തുന്നതും യുക്തിരഹിതമായ ആരോപണങ്ങളിൽ അധിഷ്ഠിതവുമായ വളച്ചൊടിച്ച ചിത്രങ്ങൾ, വാർത്തകൾ, തെറ്റായ വ്യാഖ്യാനങ്ങളോടെയുള്ള വീഡിയോകൾ എന്നിവയൊക്കെ ഇവരിലൂടെ പുറത്തു വരുന്നുണ്ട്. വ്യാപകമായ തോതിൽ കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഉള്ളം കൈകളിലേക്ക് ഇവയൊക്കെ എത്തിച്ചേരുന്നുമുണ്ട്. അവരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്നുമുണ്ട്. അവരുടെ ധാർമ്മികതയെ അപജയത്തിലേക്കാണ് ഇവയെല്ലാം ചേർന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. തിമോഥെയോസിന് എഴുതുന്ന ആദ്യത്തെ കത്തിൽ അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില സാഹചര്യങ്ങളെ മുൻനിർത്തി വ്യാജ പ്രവാചകരെക്കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ കുറിക്കുന്ന വാക്കുകൾ ചിന്തനീയമാണ്. അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണ് അവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിൻ്റെ ഫലമത്രേ. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്നെല്ലാം ഓടിയകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ലക്ഷ്യം വയ്ക്കുക. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക.
കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കുക. ചില മാധ്യമങ്ങളുടെ ഭാഷയ്ക്ക് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ചുവയുണ്ട്, ആക്രമണ സ്വഭാവമുണ്ട്. അതിന് അന്യായമായി ചിന്തപ്പെട്ട രക്തത്തിൻ്റെ നിറമാണ്. അതിനോട് പരിചയപ്പെടുന്നവർ അതിൻ്റെ പ്രകൃതത്തോട് ചേരും വിധം പരിവർത്തനപ്പെടുന്നതിൽ അതിശയമില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെയും വിശ്വാസത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെയും ഇവയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തേണ്ട പ്രതിരോധ മാർഗങ്ങളുടെയും പ്രസക്തി ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നത് ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിലാണ്. ഇന്നത്തെ മാധ്യമ ലോകം ചിലപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തോടും ധാർമ്മികതയോടും നിസ്സംഗത പുലർത്തുകയോ ശത്രുത പോലും പുലർത്തുകയോ ചെയ്യുന്നതായി കാണപ്പെടുന്നു. ഇതിൻ്റെ ഭാഗിക കാരണം മാധ്യമ സംസ്കാരം ഒരു പ്രത്യേകതരം ഉത്തരാധുനിക ചിന്തയിൽ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്നതാണ് എന്ന് ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ 24ാമത് ലോക മാധ്യമ ദിന സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ തികച്ചും വസ്തുതാപരമായ നിരീക്ഷണമാണ് അത്. ക്രൈസ്തവ ലോകം ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക ചിന്തയും ആദർശങ്ങളും ഇല്ലാതാക്കുകയോ അപ്രസക്തമാക്കുകയോ ചെയ്യുക എന്നത് ഉത്തരാധുനിക ദാർശനിക പരിസരങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടപ്പിൽ വരുത്തുന്ന ഒരജണ്ടയാണ്. കച്ചവടത്തിൻ്റെയും മാനനഷ്ടങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും ലോകത്തിൽ മനുഷ്യനും അവൻ്റെ അന്തസ്സിനും ദൈവത്തോടുള്ള അവൻ്റെ ബന്ധത്തിനുമാണ് സുപ്രധാന സ്ഥാനം വേണ്ടതെന്ന് പഠിപ്പിക്കുന്ന മതവിശ്വാസത്തെയും അനുബന്ധമായ ആത്മീയ ധാർമ്മിക സംഹിതകളെയും അവ ആക്രമിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നു. മനുഷ്യജീവിതത്തിൽ മുൻകൈ നേടുന്ന ലോകമോഹങ്ങളുടെ അല്ലെങ്കിൽ താൽപ്പര്യങ്ങളുടെ പ്രതിഫലനമാണ് ധാർമ്മികതയോടും ആത്മീയതയോടും യുവാക്കളും പുതിയ തലമുറയും പുലർത്തുന്ന നിസ്സംഗത. വിശ്വാസത്തെ അപ്രസക്തമാക്കുകയും ജീവിതാഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ധാർമ്മികതയെ തള്ളിപ്പറയുകയും മാധ്യമങ്ങളിലൂടെ കൈമാറിക്കിട്ടുന്നവയെല്ലാം വിവേചനമില്ലാതെ ആസ്വദിക്കുകയും ചെയ്യുന്നതിലൂടെ നിസ്സംഗതയുടെ മനോഭാവത്തോടൊപ്പം ധാർമ്മികമായ അധപ്പതനവും പുതുതലമുറയ്ക്ക് സ്വന്തമാകുന്നു. എന്തും ഏതും അനുവദനീയമാണ് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന നിസ്സംഗതാ ബോധവും അവരിലേക്ക് സാവധാനം കുടിയേറുന്നു. കാലഘട്ടം ദുഷിച്ചതാണെന്നും വിശ്വാസത്തിന് മാധ്യമങ്ങൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും പറഞ്ഞ് പരിതപിച്ചുകൊണ്ടിരുന്നാൽ അത് പരിഹാരമാവില്ല. ആത്മീയമായി ആഴപ്പെടുകയും പ്രാർത്ഥനയിൽ അടിയുറച്ചുകൊണ്ട് മാധ്യമ സംസ്കാരത്തിൻ്റെ സർവാധിപത്യ പ്രവണതയ്ക്ക് മുൻപിൽ സത്യം പറയാൻ ചങ്കൂറ്റം കാട്ടുകയും ചെയ്യുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ദൈവവിളിയാണ്. വിജാതീയരും സത്യദൈവത്തെക്കുറിച്ച് അജ്ഞരുമായിരുന്ന ജനതയോട് സുവിശേഷം പ്രസംഗിച്ച അപ്പസ്തോലിക സഭയുടെ തീക്ഷ്ണതയോടും ചൈതന്യത്തോടും കൂടെ പുതിയ കാലഘട്ടത്തിലെ ഓൺലൈൻ കൂട്ടായ്മകളോട് അല്ലെങ്കിൽ ഒരു വെർച്വൽ സമൂഹത്തോട് സംവദിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. മാധ്യമങ്ങളിൽ സഭാവിരോധികളും നിരീശ്വരവാദികളും അബദ്ധപ്രബോധകരും അവതരിപ്പിക്കുന്ന ആഴമില്ലാത്തതും പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യ സ്വഭാവം ജനിപ്പിക്കുന്നതുമൊക്കെയായ വിശ്വാസമോ വ്യാഖ്യാനങ്ങളോ അല്ല പരിശുദ്ധ സഭയുടേത് എന്ന് ഉറക്കെ പറയാൻ, എഴുതാൻ, പ്രചരിപ്പിക്കാൻ, ആവും വിധത്തിലെല്ലാം സംവദിക്കാൻ വിശ്വാസികളെന്ന നിലയിൽ ഓരോരുത്തർക്കും കടമയുണ്ട്. സത്യസഭയുടെ വിശ്വാസത്തിൻ്റെയും പ്രബോധനങ്ങളുടെയും ആഴവും സൗന്ദര്യവും എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും സാധ്യമായ എല്ലാ മാധ്യമങ്ങളിലൂടെയും ആവിഷ്കരിക്കാൻ വിശ്വാസികൾ സവിശേഷ ശ്രദ്ധ പ്രദർശിപ്പിക്കേണ്ടിയിരിക്കുന്നു. ശോഭകട്ട ഈ കാലത്തിൻ്റെ ഉപഭോക്താക്കളായ നാം പക്ഷേ മനസ്സുമെടുക്കാതെ വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും പ്രതിരോധം തീർക്കാൻ മുന്നിട്ടിറങ്ങണം. ചോർന്നു പോകുന്ന ധാർമ്മികതയെ ജീവിതത്തിലൂടെ ഉയർത്തിപ്പിടിക്കണം. മനുഷ്യജീവിതത്തിൻ്റെ വിശുദ്ധിയും മഹത്വവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പരസ്പരമുള്ള ആദരവിൻ്റെയും കൂട്ടായ്മയുടെയും ചൈതന്യം വളർത്താൻ, പരിമിതികളെ അതിജീവിക്കാൻ, തുറവിയുള്ളവരാകാൻ, ആന്തരിക ജീവിതം ഉള്ളവരാകാൻ ഓരോരുത്തരും പരിശ്രമിക്കുകയും വേണം.
മാധ്യമധർമ്മം എന്ന പരിശുദ്ധമായ ഒരു വാക്ക് നിലവിലുണ്ടായിരുന്നു. എന്നാൽ പിച്ചി ചീന്തപ്പെട്ട് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥിതിയിലാണ് നാം ഇന്ന് അതിനെ കണ്ടെത്തുന്നത്. സത്യത്തോടുള്ള കൂറ്, നിഷ്പക്ഷത എന്നിങ്ങനെ ഒരു യഥാർത്ഥ മാധ്യമം പുലർത്തേണ്ട, അതിൻ്റെ തന്നെ ഗുണനിലവാരത്തെ നിശ്ചയിക്കേണ്ട മാനദണ്ഡങ്ങളെല്ലാം ഇന്ന് അവഗണിക്കപ്പെട്ടിരിക്കുന്നു. സെൻസേഷണലിസവും ചാനൽ റേറ്റിംഗും പകയും സാമ്പത്തിക ലാഭവും മാധ്യമങ്ങളെ നയിക്കുന്ന ശക്തികളായി പരിണമിച്ചിരിക്കുന്നു. സഭയ്ക്ക് ലോകത്തിൻ്റെ ഇത്തരം ശക്തികളോട് അവർ ചെയ്യുന്നത് പോലെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തും പ്രതികരിച്ചും ശീലമില്ല. കർത്താവിൻ്റെ സഭ സഹനത്തിൻ്റെ പാതയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അകാരണമായി ആക്രമിക്കപ്പെടുമ്പോഴും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. കഠിനമായ പീഡാനുഭവങ്ങൾ നമ്മെ ഇല്ലാതാക്കിയാൽ പോലും മഹത്വപൂർണമായ ഒരാരംഭം വീണ്ടും നമുക്കുണ്ടാകും എന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നിത്യ സൗന്ദര്യമുള്ള ഉറപ്പാണ്. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച.